സുഹൃത്തുക്കളെ, ഒരിക്കലും ഒരു ധനികൻ യാത്രക്കിടയിൽ താമസിക്കാൻ ഒരു സത്രത്തിലെത്തി. സത്രത്തിൽ 2 പേർക്ക് പങ്കിടാവുന്ന മുറിയാണ് ഉടമ നൽകിയത്. ധനികനോടൊപ്പം ആ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ധനികൻ്റെ കയ്യിലെ നല്ല കനമുള്ള പണസഞ്ചി എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ധനികൻ ഉറങ്ങുന്നതുവരെ അയാൾ ഉറക്കം നടിച്ചു കിടന്നു. ധനികൻ നല്ല ഉറക്കമായപ്പോൾ അയാൾ എഴുന്നേറ്റ് സഞ്ചികളൊക്കെ തപ്പി. ധനികൻ്റെ തലയിണക്കടിയിലും അയാൾ പരതി, ഒന്നും കിട്ടിയില്ല. നിരാശയോടെ അയാൾ മടങ്ങി. നേരം പുലർന്നപ്പോൾ ധനികൻ യാത്രക്കുള്ള തയ്യാറെടുപ്പ് നടത്തി. പണസഞ്ചി എടുത്തു മടിയിൽ വെച്ചു. ഇത് കണ്ടപ്പോൾ മറ്റേയാൾ ഞെട്ടി. അയാൾ ചോദിച്ചു, താങ്കളൊരു സിദ്ധനാണോ? എന്താണ് അങ്ങനെ ചോദിക്കാൻ? ധനികൻ പുഞ്ചിരിയോട് ചോദിച്ചു. മറ്റേയാൾ സത്യം പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ എല്ലായിടവും പരിശോധിച്ചിട്ടും താങ്കളുടെ പണസഞ്ചി മാത്രം എനിക്ക് ലഭിച്ചില്ല. ഇപ്പോൾ പണസഞ്ചി താങ്കളുടെ കയ്യിലും. ആരും കാണാത്ത വിധം ഇത്ര സമർത്ഥമായി ഒളിപ്പിക്കണമെങ്കിൽ താങ്കളൊരു സിദ്ധൻ തന്നെ. സുഹൃത്തെ, ധനികൻ പറഞ്ഞു, ഇത് സിദ്ധിയല്ല, ബുദ്ധിയാണ്. താങ്കൾ എൻ്റെ പണസഞ്ചി നോട്ടമിട്ടത് ഞാൻ ഇന്നലെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താങ്കളുടെ തലയിണക്കടിയിൽ തന്നെയാണ് ഞാൻ പണം ഒളിപ്പിച്ചത്. താങ്കൾ അവിടെ അന്വേഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, എല്ലാവരും നോക്കാത്ത ഇടമാണ് സ്വന്തം സ്ഥലം. അവിടെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അത് ലഭിക്കുവാൻ ഉള്ളിലേക്കുള്ള അന്വേഷണമാണ് വേണ്ടത്.